Hi everyone, welcome back to our new video. Today I'm going to look at has, have usages. Hasinu, haveinu ഒരുപാട് usages ഉണ്ട്. പക്ഷെ today I'm going to take possession. It means നമ്മുടെ കയ്യിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹാസ്, ഹാവ്. ഹാസിൻ്റെയും ഹാഫിൻ്റെയും മീനിങ് എന്താണ്? ഉണ്ട് എന്നാണ്. Okay, let's go through some examples. First example, I have a car. What's the meaning? എനിക്കൊരു കാറ് ഉണ്ട്. എനിക്ക് have ഉണ്ട് എന്ന അർത്ഥത്തിൽ have യൂസ് ചെയ്തു. I have a car. എനിക്കൊരു കാറ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞു ഹാസിൻ്റെ ഹാഫിൻ്റെ മീനിങ് എന്തുതന്നെയാണ്? ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഹാവ്സ് എന്നുള്ളത് ആരുടെ കൂടെ മാത്രമേ പോവുള്ളൂ? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ. ആരുടെ കൂടെയാണ്? സിംഗുലർ. ഹാഫ് എന്നുള്ളതോ പ്ലൂറൽ. വാട്ട്സ് ദാറ്റ്? പ്ലൂറൽ. നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് എന്നുള്ളത്. അതിൻ്റെ സം എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയുകയാണ്, ഹാഫ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് പോകുന്നത്. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ സം എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഐ, യു, ദേ, വി, ചിൽഡ്രൻ, മൈ ബ്രദേഴ്സ്, ബുക്സ്. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവരുടെ ഒക്കെ കൂടെ ഏതേ പോവുള്ളൂ? ഹാഫ്. ഇവർക്കൊക്കെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാഫ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. എനിക്ക് കാറുണ്ട്. അപ്പോൾ ഇനി അവർക്ക് കാറുണ്ട് എന്നാണെങ്കിലോ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അവർക്ക് കാറുണ്ട്. ഐക്ക് പകരം അവരാണ്. എങ്ങനെയാണ്? they have a car. അവർക്കൊരു കാറുണ്ട്. ഇനി അല്ല, അവർക്കല്ല, നമുക്കാണ്. നമുക്കൊരു കാറുണ്ട്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ എന്നുള്ളതിന് എന്താണ്? we have. what's that? we have. try ചെയ്ത് നോക്കണേ. we have a car. very simple ആണ്. we have a car. I have a car. they have a car. we have a car. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാണ് നമുക്ക് 2 കാറുണ്ട്. ഒരു കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വി ഹാവ് എ കാർ എന്ന് പറഞ്ഞു. നമുക്ക് 2 കാറുണ്ട്. എങ്ങനെയാ പറയാ? വി ഹാവ് 2 cars. വി ഹാവ് 2 cars. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവുകയാണ്. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. എങ്ങനെയാ പറയേണ്ടത്? ഐ ഹാവ് എ ക്ലാസ് ടുമോറോ. എനിക്ക് മറ്റന്നാൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. എന്താണ്? ഉണ്ട്. എനിക്ക് മറ്റന്നാൾ ഒരു കല്യാണം ഉണ്ട്. പ്രസൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യുക ഹാസ്, ഹാഫ് എന്നുള്ളത്. പിന്നെന്താണ്? ഫ്യൂച്ചറിലും നമുക്ക് പറയാൻ പറ്റും എനിക്ക് മറ്റന്നാൾ കല്യാണമുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് എ വെഡിങ് പാർട്ടി ഡേ ആഫ്റ്റർ ടുമോറോ. മറ്റന്നാൾ എന്താണ്? ഡേ ആഫ്റ്റർ ടുമോറോ. എനിക്ക് ഇന്ന് രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഐ ഹാവ് ആൻ ഓൺലൈൻ ക്ലാസ് ടുനൈറ്റ്. ഇത് പറഞ്ഞു ഇന്ന് രാത്രി. ടുനൈറ്റ്. ഐ ഹാവ് ആൻ ഓൺലൈൻ ക്ലാസ് ടുനൈറ്റ്. എനിക്ക് 2 കണ്ണുകളുണ്ട്. വേണ്ട, എനിക്ക് 2 നല്ല നീല കണ്ണുകളുണ്ട്. എങ്ങനെ പറയേണ്ടത്? ഐ ഹാവ് 2 ബ്ലൂ ഐസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, എനിക്ക് 2 കൈകളുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് 2 ഹാൻഡ്സ്. അവർക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട് കേട്ടോ. എങ്ങനെയാണ്? ദേ ഹാവ് എ പാർട്ടി ടുമോറോ. ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ട്. വി ഹാവ് എ പാസ്പോർട്ട്. എനിക്കൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. എനിക്ക് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്? ഐ ഹാവ് എ പ്ലാൻ ടു ഗോ അബ്രോഡ്. ഐ ഹാവ് എ പ്ലാൻ. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ടു ഗോ അബ്രോഡ്. വിദേശത്ത് പോകാനൊരു പ്ലാൻ ഉണ്ട്. എനിക്ക് റിസൈൻ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് എ പ്ലാൻ ടു റിസൈൻ. ക്ലിയർ? നെക്സ്റ്റ് ഞാൻ പറയാണ് എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. അവർക്ക് ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. ദേ ഹാവ് ബ്രദേഴ്സ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് വലിയൊരു വീടുണ്ട്. ഐ ഹാവ് എ ബിഗ് ഹൗസ്.
എൻ്റെ കയ്യിൽ എന്താണ് നല്ല നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ട്, കൈച്ചേനാണ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഹാവ് 3 sisters. ഐ ഹാവ് സിബ്ലിങ്സ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ, എനിക്ക് കാറില്ല. നമ്മൾ എന്താ പോസിറ്റീവ് പറഞ്ഞത്? എനിക്ക് കാറുണ്ട്, എനിക്ക് മൊബൈൽ ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ എന്താണ്? എനിക്ക് ക്ലാസ് ഇല്ല, എനിക്ക് സിബ്ലിങ്സ് ഇല്ല, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല, എനിക്ക് 2 മൊബൈൽ ഫോൺ ഇല്ല, കാറില്ല. ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഐ ഹാവ് എ കാർ. വെരി ഗുഡ്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്ക് കാറ് ഇല്ല. ഐ ഹാവ് എ കാർ. കാറുണ്ട്. നെഗറ്റീവ് ആകുമ്പോൾ എന്താ വേണ്ടത്? ഐ ഡോണ്ട് ഹാവ് എ കാർ. വെരി ഗുഡ്. സോ നെക്സ്റ്റ്, എൻ്റെ 2 ഫോണില്ല കേട്ടോ. എങ്ങനെ പറയാ? ഐ ഡോണ്ട് ഹാവ് 2 മൊബൈൽസ്. എൻ്റെ കാറില്ല. ഐ ഡോണ്ട് ഹാവ് കാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? ഐ ഡോണ്ട് ഹാവ് എ കാർ. എൻ്റെ ഫോണില്ല. ഐ ഡോണ്ട് ഹാവ് 2 മൊബൈൽസ്. 2 ഫോണില്ല എന്നാണ്. ഐ ഡോണ്ട് ഹാവ് 2 മൊബൈൽസ്. എനിക്ക് സിബ്ലിങ്സ് ഇല്ല കേട്ടോ. ഐ ഡോണ്ട് ഹാവ് സിബ്ലിങ്സ്. എനിക്ക് നാളെ ക്ലാസ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ. ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ് ടുമോറോ. എനിക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് ആൻ ഓൺലൈൻ ക്ലാസ് tonight or today. എനിക്ക് വലിയ വീടൊന്നുമില്ല കേട്ടോ. ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്. എൻ്റെ പാസ്പോർട്ട് ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ പാസ്പോർട്ട്. എനിക്കൊരു പ്ലാനും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻ. ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് നാളെ പാർട്ടിയൊന്നുമില്ല, ഞങ്ങൾ ഫ്രീ ആണ്. എങ്ങനെ പറയേണ്ടത്? വി ഡോണ്ട് ഹാവ് എനി പ്രോഗ്രാം. വി ഡോണ്ട് ഹാവ് എനി പാർട്ടി ടുമോറോ. വി ആർ ഫ്രീ അല്ലേ? വി ഡോണ്ട് ഹാവ് എനി പാർട്ടി. എൻ്റെ പൈസ ഒന്നുമില്ല കേട്ടാ. ഐ ഡോണ്ട് ഹാവ് മണി. എൻ്റെ ബ്ലാക്ക് കളർ ബാഗ് ഇല്ലടാ. ഐ ഡോണ്ട് ഹാവ് എ ബ്ലാക്ക് കളർ bag. They don't have siblings. We don't have any plan. We don't have any party. We don't have a car. We don't have a pen. We don't have 2 pencils. We don't have books. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. അവിടെ നമ്മൾ പറഞ്ഞു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ ആണ്. ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഡു യു. എങ്ങനെയാണ്? ഡു യു ഹാവ് എ കാർ. ഡു യു ഹാവ് എ കാർ. നിനക്ക് കാറ് ഉണ്ടോ? ഡു യു ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. ഐ ഡോണ്ട് ഹാവ് എ കാർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഡു യു ഹാവ് എ കാർ. അപ്പം നിനക്ക് ക്ലാസ് ഉണ്ടോ? എങ്ങനെയാണ് ചോദിക്കുന്നത്? നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഡു യു ഹാവ് എ ക്ലാസ് ടുമോറോ. എൻ്റെ വൈറ്റ് കളർ ഷർട്ട് ഉണ്ടോ? ഡു യു ഹാവ് എ വൈറ്റ് കളർ ഷർട്ട്. അല്ലടാ എൻ്റെ 2 പേനയുണ്ടോ? ഡു യു ഹാവ് 2 പെൻസ്. നിനക്ക് വലിയ വീടുണ്ടോ? ഡു യു ഹാവ് എ ബിഗ് ഹൗസ്. എൻ്റെ വണ്ടി ഉണ്ടോ? ബൈക്ക് ഉണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എ ബൈക്ക്. എൻ്റെ ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് ഉണ്ട് എൻ്റെ കൂടെ പോരാ അല്ലേ? അങ്ങനെ പറയാറുണ്ട് നമ്മൾ. എൻ്റെ ഹെൽമെറ്റ് ഉണ്ട്. എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എ ഹെൽമെറ്റ്. അല്ല എനിക്ക് ലൈസൻസ് ഉണ്ടോ? ഡു യു ഹാവ് എ ലൈസൻസ്. അവർക്ക് ലൈസൻസ് ഉണ്ടോ? എങ്ങനെ ചോദിക്കേണ്ടത്? ഡു ദേ ഹാവ്. ഡു ദേ ഹാവ്. ഡു ദേ ഹാവ് എ ലൈസൻസ്. നിങ്ങൾക്ക് അവിടെ വല്ല ഷോപ്പും ഉണ്ടോ? ഡു യു ഹാവ് എനി ഷോപ്പ് ദർ. നിങ്ങൾക്ക് അവിടെ വല്ല ഷോപ്പും ഉണ്ടോ? എൻ്റെ 2 ഫോൺ ഉണ്ടോ? ഡു യു ഹാവ് 2 മൊബൈൽസ്. എൻ്റെ 100 രൂപ ഉണ്ടോ? ഡു യു ഹാവ് 100 rupees. ക്ലിയർ ആവുന്നുണ്ടല്ലോ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്? യു ഹാവ് ടു മേക്ക്
many sentences. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യനും കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് സെൽഫായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ, പോസിറ്റീവ് ആൻസർ, നെഗറ്റീവ് ആൻസർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ അബ്രോഡ്? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ അബ്രോഡ്? വിദേശത്ത് പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? I don't have any plan to go abroad because I like working here. എനിക്കിവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, എനിക്കൊരു പ്ലാനും ഇല്ല. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് 2 മൊബൈൽസ്? അല്ലടാ, എൻ്റെ 2 ഫോൺ ഉണ്ടാ? I don't have 2 mobiles. I have only 1 phone. I have a mobile phone. എനിക്ക് നാളെ വല്ല നമ്മൾ വീടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഹൗസ് വാമിംഗ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ നാളെ വല്ല വീട്ടിരിക്കലുണ്ട്. ഇങ്ങനെ ചോദിക്കാം, ഡു യു ഹാവ് എ ഹൗസ് വാമിംഗ് ടുമോറോ? നമുക്ക് നാളെ കല്യാണം ഉണ്ടാ? ഡു യു ഹാവ് എ വെഡിങ്? I don't have a wedding tomorrow. Tomorrow is Wednesday, so I don't have any program. Do you have specs? I don't have specs, but my brothers, they have specs. Do you have a bike? Yeah, I have a bike that's a Master, but I don't have a car. Do you have children? Yeah, I have 2 children. My eldest studying 2nd standard, younger is 2 years old. Do you have a big house? Yeah, I have a beautiful house. I think 3 years ago I built that house. Do you have job? Yes, I have a job. I'm a teacher. Next question, do you have 2 pens? Yeah, I have 2 pens. One is blue and another one is red. I usually use my blue color pen. That's all about today's session. If you have any doubts, you can comment here. We will catch you very soon. Thank you so much.